പല തട്ടിപ്പുകളുടെയും വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരായ ലോട്ടറി വിൽപ്പനക്കാരുടെ പണം തട്ടിയെടുക്കുന്ന വിരുദ്ധന്റെ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടിയെടുക്കുന്ന വിരുദ്ധൻ പൂയപ്പള്ളി പോലീസിന്റെ പിടിയിൽ. പുനലൂർ വെഞ്ചേമ്പ് ബാത്തൂർ ഹൗസ് 55 വയസ്സുള്ള ഷാജാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാളിപ്പോൾ കൊല്ലം കരിക്കോട് ശിവജി നഗറിൽ മുൻദാസ് മൻസിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥനെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്. വഴിയോര ലോട്ടറി കച്ചവടക്കാരുടെ മുന്നിൽ ബൈക്കിലെത്തുന്ന പ്രതി തന്റെ കൈവശമുള്ള തിരുത്തിയ ടിക്കറ്റുകൾ നൽകി എന്തെങ്കിലും സമ്മാനം അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും. 5000 രൂപ ലോട്ടറി സമ്മാനം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ 2500 രൂപ പൈസയായും ബാക്കി 2500 രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റും നൽകാൻ ആവശ്യപ്പെടും. പാവങ്ങളായ വഴിയോര കച്ചവടക്കാർ 2500 രൂപയും 2500 രൂപയുടെ ടിക്കറ്റും നൽകും. പിന്നീട് ഈ വഴിയോര കച്ചവടക്കാർ അവർ ടിക്കറ്റ് എടുക്കുന്ന ഹോൾസെയിൽ ഡിപ്പോയിൽ കൊണ്ടു കൊടുക്കുമ്പോഴാണ് അറിയുന്നത് തിരുത്തിയ ടിക്കറ്റുകളാണ് താൻ പണം നൽകിയതെന്ന്. കൂടുതലും കൈക്കുഞ്ഞുങ്ങളുമായി ഈ കഠിന ചൂടി നിൽക്കുന്ന സ്ത്രീകളുടെയും മുച്ചക്ര വാഹനത്തിൽ അന്നുള്ള ഉപജീവന മാർഗത്തിനായി ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്ന വികലാംഗരെയുമാണ് ഇയാൾ കൂടുതൽ പറ്റിക്കുന്നത്. കഴിഞ്ഞ മാസം ഓയൂർ നഹരൂരിൽ കൊടുവന്നൂർ ചെപ്രക്കോട് ചരുവിള പുത്തൻ വീട്ടിൽ വികലാംഗനായ നൌഷാദിന്റെ പക്കൽ നിന്നും ഇയാൾ 5000 രൂപ ഇതേ രീതിയിൽ പറ്റിച്ചു കടന്നു കളഞ്ഞു. അതേ തുടർന്ന് പൂയപ്പള്ളി പോലീസ് നൌഷാദ് പരാതിയെയും പത്രദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തയും നൽകുകയായിരുന്നു. തുടർന്ന് പൂയപ്പള്ളി പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. പൂയപ്പള്ളി സ്റ്റേഷനിലെ SI-മാരായ രജനീഷിന്റെയും അസീസിന്റെയും വിദഗ്ധ അന്വേഷണത്തിനൊടുവിൽ പ്രതി പോലീസിന്റെ വലയിലായി. ഇയാൾക്കെതിരെ ചടയമംഗലം, കായംകുളം, പാരിപ്പള്ളി, എഴുകോൺ, കൊട്ടാരക്കര എന്നീ സ്റ്റേഷനിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. 2021 സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് എഴുകോൺ സ്റ്റേഷനിൽ നിന്നും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ഏറെ നാൾ ജയിൽവാസം അനുഭവിക്കുകയും ആളാണ്. പ്രതിയെ ഷാജ് SI-മാരായ രജനീഷ്, അസീസ്, ബിനീഷ്, പാപ്പച്ചൻ, വിനു ജോർജ്, കൃഷ്ണകുമാർ, CPO അൻവർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്. എന്തു വിദഗ്ധമായാണ് പാവങ്ങളെ പറ്റിക്കുന്നത്, അതും എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന് ചമഞ്ഞ്. ഇങ്ങനെ പറ്റിച്ചു നേടുന്ന പണം ഒരു നാൾ പിടിക്കപ്പെടും. അതിന് ഉത്തമ ഉദാഹരണമാണ്